കടലിന്റെ മക്കളുടെ കഥ പറയുന്ന മമ്മൂട്ടി ചിത്രം അമരം 34 കൊല്ലങ്ങൾക്ക് ശേഷം തിയേറ്ററിലെത്തുന്നു. റീ റിലീസാണ്. കൊച്ചി ഇടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിൽ ബിപിൻ സി വിജയനുണ്ട്. ഇന്ന് ശരിക്കും പ്രേക്ഷകർ അവിടെ എത്തി തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മലയാളത്തിന്റെ എവർഗ്രീൻ ചിത്രം അമരം വീണ്ടും 4K ദൃശ്യമികവോടുകൂടി വീണ്ടും തിയേറ്ററിലേക്ക് എത്തുകയാണ്. അതിന്റെ ആദ്യ ഫാൻ ഷോ അല്പസമയത്തിനകം തന്നെ ഇടപ്പള്ളിയിലെ വനിതാ വിനീത തിയേറ്ററിൽ ആരംഭിക്കുകയും ചെയ്യും. ഈ പറഞ്ഞതുപോലെ തന്നെ 34 വർഷങ്ങൾക്ക് മുൻപ് ഒരു വമ്പൻ ഹിറ്റായ മമ്മൂട്ടിയുടെ അമരം അത് വീണ്ടും കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷത്തിൽ തന്നെയാണ് ആരാധകർ ഉള്ളത്. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോഹിദാസിന്റെ തിരക്കഥയിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച ക്രാഫ്റ്റ്മാൻമാരിൽ ഒരാളായ ഭരതന്റെ സംവിധാനത്തിൽ ജോൺസൺ മാഷിന്റെ സംഗീതത്തിൽ അങ്ങനെ എത്രയോ എടുത്തു പറയാവുന്ന അതുല്യ പ്രതിഭകൾ ഒന്നിച്ച ചിത്രമായിരുന്നു അമരം. അതിലെ അച്ചൂട്ടിയുടെ മുത്തിനെയും വീണ്ടും തിയേറ്ററിൽ കാണുന്നതിന് വേണ്ടി എത്തിയ ആളുകളാണ്. ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഷാനവാസ് കെ മമ്മൂട്ടിയുടെ വലിയ ആരാധകൻ കൂടിയാണ്. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അത് കൊച്ചിയിലുള്ള റോയൽ തിയേറ്റർ ഇന്നില്ല. അതിന് ബെഞ്ചിലിരുന്ന പടമാണ്. ആദ്യമായിട്ട് കണ്ട സിനിമയാണോ? ആദ്യമായിട്ട് അന്ന് കണ്ട പടമാണ്. എന്റെ ഓർമ്മയില് ഇതും 1921 ഞാൻ ഓർമ്മയിലുള്ള ആദ്യത്തെ പടങ്ങൾ. ഇത് വീണ്ടും കാണാൻ കഴിയുന്നു എന്നുള്ള സന്തോഷം. അതും ഇതേമായിട്ട് അന്ന് ജനിക്കാത്ത ആൾക്കാരൊപ്പം ഇന്ന് ഞാൻ കാണാൻ പോണത്. പുള്ളിയൊന്നും അന്ന് ജനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഇല്ല. അതിനൊരു ഭാഗ്യമുണ്ടായി. എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. അല്ല, മമ്മൂക്കയുടെ എല്ലാ പടവും തിയേറ്ററിലൊന്ന് കാണാറ്. റിലീസിന് എല്ലാം കാണാറുണ്ട്. ഇനി കാണാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. 5ാമത്തെ വയസ്സിൽ ആ പടം ഇവിടെ പോയി.